എന്താ ഫോൺ എടുക്കാത്ത സ്വരൂപേ? എന്താ ഫോൺ എടുക്കാത്തേ? ഞാനൊരു പണിയിലായിരുന്നു. എന്ത് പണി? പണിയെടുക്കുമ്പോൾ ഒന്നും ഫോൺ എടുക്കാറില്ല. പണ്ട് ഫോൺ എടുക്കാത്തതിന്റെ ഒരു അനുഭവം നിങ്ങൾക്ക് ഹലോ KCB അല്ലേ? ആ അതെ KCB ആണ്. അതെ, ഈ ഭാഗത്തൊക്കെ ഇപ്പൊ കറണ്ട് പോയിട്ട് വരാത്തത്. അതെ, ഏതാ ഭാഗോ? ഞാൻ മറ്റേ ഈ വള്ളൂര് തെക്കുംപുറം. ആ വള്ളൂര് തെക്കുംപുറത്ത് ഇന്ന് വൈകുന്നേരം 5 മണിക്കേ വരുള്ളൂ കേട്ടോ. എത്ര മണി? 5 മണി. 5 മണിയോ? ആ ആ. അയ്യോ, 5 മണി വരെ കാത്തിരിക്കാൻ പറ്റില്ലല്ലോ. കാത്തിരിക്കണമെങ്കിൽ നിങ്ങൾ എവിടെയും പോയി കാട്ടുണ്ടോളി. അല്ലാണ്ട് ഇപ്പൊ ഞാനെന്താ പറയാ, ഇവിടെ ടച്ചിങ് പണി നടക്കുകയാണ്. അല്ല, എന്താ പ്രശ്നം അറിയോ? മകനും കുട്ടികളൊക്കെ വിദേശത്താണ്. അവരിപ്പോ ഇവിടെ വന്നിട്ടുണ്ടേ. അപ്പൊ ഇവിടെ നോക്കി നോക്കുമ്പോ കറണ്ടും ഇല്ല. ആകെ ചൂടും പുകയായിട്ട് ഇരിക്കാണ്. ആകെ പൊറുതി മുട്ടിയവര്. അപ്പൊ അവർക്ക് അവിടെയൊക്കെ കറണ്ട് ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മുടെ നാട്ടിൽ വരുമ്പോ കറണ്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാടിനല്ലേ അതിന്റെ മോശം. അപ്പൊ അതുകൊണ്ട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് നേരത്തെ കൊടുക്കാൻ പറ്റുമോ? നിങ്ങളെ വീട്ടിലേക്ക് കറണ്ട് തരാൻ പറ്റൂല്ലോ. ആ ഏരിയ മൊത്തം കറണ്ട് ഇല്ല. അത് മനസ്സിലാക്കി. മക്കളോടൊക്കെ ആരെ സമയത്ത് വരാൻ പറഞ്ഞു അങ്ങോട്ട്. ഈ ടച്ചിങ് പണി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നടത്തിയില്ലെങ്കിൽ മഴക്കാലത്ത് നമ്മൾ ബുദ്ധിമുട്ടും. അതുകൊണ്ടാണ് മനസ്സിലാക്കി കേട്ടോ. ആ ശരി. ഡേ, ഈ ഫോൺ എടുക്കാണ്ടിരിക്കുന്ന സാരറ്റം കയറി വന്ന് കണ്ടാലുണ്ടല്ലോ, അയാളുടെ സ്വഭാവം അറിയില്ല നിങ്ങൾക്ക് എന്തിനാണ് ശമ്പളം തരുന്നത്? അല്ലെങ്കിൽ ഇവിടെ 100 കൂട്ടം പണി. അതിന്റെ 100 കൂട്ടം പണി. അല്ല, നാളെ എവിടെയാ ടച്ചിങ്? നാളെ സാറിന്റെ ഏരിയയിലല്ലേ? നിന്റെ ഏരിയയിലോ? പിന്നെ പടച്ചേ എന്റെ മോനെ, നാളെ എന്റെ പെരേന്റെ മുകളിലേക്ക് ഞാൻ ചൂടായതുകൊണ്ട് റൂഫിങ്ങിന്റെ പണി നടക്കുന്നുണ്ട്. അവിടെ വെൽഡിങ്ങിന്റെ പണിക്കാർ വരും. അപ്പൊ നാളെ കറണ്ടില്ലേ ശരിയാവൂല. നേരത്തെ തീരുമാനിച്ചല്ലേ? തീരുമാനിച്ചല്ലേ ചെയ്യും. ഒന്ന് പറയണ്ടെന്നല്ല എന്നോട്. അയ്യേ, ഇതിപ്പോ എന്താ കാട്ടുക? മാറ്റാൻ പറ്റില്ല. എല്ലാ വാട്സാപ്പിലും മറ്റേ ഇതിലൊക്കെ വിട്ട് പത്രത്തിലൊക്കെ കൊടുത്തില്ലേ? സാറ് ഏയിനോട് പറഞ്ഞു നോക്ക്. ഏനോട് പറയുന്നത് നല്ല റെയിലിന് തലക്കണ. സാറിന് കാര്യം പറയുമ്പോഴേ എന്റെ കാര്യം കൂടെ ഒന്ന് പറയണേ. അനക്കെന്തേ? മറ്റന്നാൾ എന്റെ ഏരിയയിലല്ലേ ടച്ചിങ്? അതിന് എന്റെ പെങ്ങളുടെ കൂട്ടി ഒരു ചോറൂണല്ലേ അന്ന്. ഒന്നും മിണ്ടാണ്ടൊക്കെ പ്രസാദേ. ചോറുണ്ടൊക്കെ എന്തായാലും നിലവിളക്ക് എത്തിക്കല്ലോ. ആ വെളിച്ചം കണ്ടാ മതി. വെളിച്ചല്ലേ, ഫാന് വേണ്ടേ? ചൂടല്ലേ? ഇപ്പൊ രണ്ടും കൂടി പറഞ്ഞാണ്ടല്ലോ സാറും ഇവിടെ മെക്കെട്ട് കയറും പ്രസാദേ. ഞാൻ എന്റെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. എന്റെ ഓക്കെ ആയിട്ട് മൂപ്പര് നല്ല മൂഡിലാണ്. ഞാൻ എന്റെ കൂടി പറയാം. അങ്ങനെ പറഞ്ഞ എങ്ങനെയാണ്? അവര് 2 മാസം കരണ്ട് ഉപയോഗിച്ച് കച്ചവടം നടത്തിയല്ലേ? പിന്നെ നഷ്ടത്തിലാണെന്ന് നമ്മളോട് പറഞ്ഞിട്ട് കാര്യം. സാറേ, പൈസ അടക്കാതെ ഒരു നിവർത്തിയില്ല, ഒരു വിട്ടുവീഴ്ചയില്ല. കട്ട് ചെയ്തിട്ടേര്. വല്ല പാവപ്പെട്ടവരാണെങ്കിൽ കറണ്ട് കാശ് അടക്കാനുണ്ടെങ്കിൽ കട്ട് ചെയ്യാൻ പറയുമല്ലോ. ഇല്ല, വന്നത് ഞാൻ നോക്കിക്കോളാം. എന്താണെന്ന് നോക്കണമല്ലോ. പൈസ അടക്കാൻ പറ. എന്നിട്ട് വർക്ക് ചെയ്താൽ മതി. എന്തേ? ഒന്നുമില്ല, ഞാൻ സാറിനെ പറ്റി ഇപ്പൊ പറഞ്ഞോളേ. ഉഷാറല്ലേ? ആ സാറേ, കുഴപ്പമില്ല. സാറേ, പിന്നെ നാളെ എന്റെ വീടിന്റെ സ്ഥലത്താണ് ടച്ചിങ്. അതാണ് നമുക്ക് 5 മണിക്ക് തന്നെ തീർക്കണോ അത് കേട്ടാ. അല്ല സാറേ, അതല്ലേ നാളെ വീട്ടിൽ ചെറിയൊരു പണി ഉണ്ടായി. വീട്ടിൽ ഞാൻ ചൂടായ റൂഫിങ്. ലീവല്ല സാറേ, അവിടെ വെൽഡിങ്ങിന്റെ പണിക്കാരൻ നാളെ കിട്ടിയത്. അപ്പൊ നാളെ കറണ്ട് പോയ പണി നടക്കൂല. മറ്റന്നാളത്തേക്ക് ഒന്ന് മാറ്റാൻ പറ്റുമോ ടച്ചിങ്? എന്താ മൊയ്തു സാർ, ഇത്രയും കാലമില്ലേ നിങ്ങൾ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് ജീവിക്കണ്? നിങ്ങളുടെ വീട്ടിൽ റൂഫ് നടക്കണോണ്ട് ടച്ചിങ് മാറ്റണമെന്നാ? നമ്മളത് പത്രത്തിലും ഇട്ട് വാട്സപ്പ് ഗ്രൂപ്പിലും അറിയിച്ചിട്ടുള്ള ഇത്ര മണി തൊട്ട് ഇത്ര മണി വരെ കറണ്ട് ഉണ്ടാവില്ല എന്ന്. പിന്നെ നമുക്ക് തോന്നിയ പോലെ മാറ്റണ. ഈ വെൽഡിങ് പണിക്കാരെ കിട്ടാൻ എന്ത് പണിയായാലും തീരുമാനിച്ച മാറ്റണ്ട. അതുപോലെ തന്നെ നടക്കട്ടെ. പക്ഷേ കംപ്ലീറ്റ് ടച്ചിങ് നാളെ ആ ഏരിയ തന്നെ വെട്ടിക്കോട്ടെ. അല്ലേ തന്നെ മനുഷ്യന് നിൽക്കാൻ പറ്റില്ല പ്രഷറായിട്ട്. ഇവനെന്തോ പറയാണ്ട്? നിങ്ങൾക്ക് അങ്ങോട്ട് വേഷം കെട്ടിയത് ഞാനാണ് മുകളിൽ മറുപടി കൊടുക്കേണ്ടത്. സോറി സാർ. ടച്ചിങ് മാറ്റാൻ എന്താ എനിക്കൊന്നും പറയാനില്ലേ? വല്ല കാര്യമുണ്ടോ? അല്ല, ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ മൂപ്പരോട് പറയുന്നത് നല്ലത് റെയിലിന് തലക്കണതാ. പക്ഷെ നിങ്ങൾ എന്തായാലും ഒരു കാര്യം ചെയ്യും, ഓരോ ജനറേറ്റർ അങ്ങ് വാടകയ്ക്ക് എടുത്തോ. എന്താ ജി പറയണേ? ഒരു ഇലക്ട്രിസിറ്റി ജീവനക്കാരന്റെ വീട്ടിൽ പണിയെടുത്താൻ ജനറേറ്റർ എടുക്കി പരിപാടി നടക്കണ്ടേ? നടത്താം, നല്ലതാ. നിവൃത്തിയില്ലല്ലോ. ഇങ്ങനെ ഇയാൾ ഇവിടുന്ന് സ്ഥലം മാറി ഒന്നും പോകണില്ലല്ലോ എന്ന് ആലോചിക്കാം. നല്ല ആളാ, അതുകൊണ്ട് പോവില്ല. എന്റെ പണി നടത്തി പോയിട്ട് ഇനി ഇവിടെ അങ്ങനെ നിൽക്കണ്ട. അയാൾ കണ്ടു വരണ്ട. നീ എന്തൊരു കഷ്ടാണിത്. കറണ്ട് പോയതോ? എന്താ കറണ്ട് പോയത്?
രാവിലെ 9 മണിക്ക് പോയിട്ട് 6 മണിക്ക് വന്ന ഇത്ര സമയം അവന്മാർ കറണ്ട് വന്നിട്ട് ഇനി എന്ത് കറണ്ട് വരും തുടങ്ങും ചൂട്. കണ്ടോണ്ടിരുന്നൊരു സാധനം അത് എത്ര രസമായിട്ട് കണ്ടോണ്ടിരുന്നതാണ്. അതിപ്പോ അവർക്ക് അറിയില്ലല്ലോ. അച്ഛൻ ഒന്ന് അങ്ങോട്ട് വിളിക്കാൻ ചേച്ചാ. ആ ടോർച്ചിനെടുത്തേ, ടോർച്ച് അവിടെ എവിടെയാ? കുഞ്ഞി അടക്കുന്ന അച്ഛൻ ഇത് എവിടെ പോണ്? എല്ലാരും ചവിട്ടാണ് അച്ഛൻ. എന്നാ പിന്നെ പോയിട്ട് ആ ടോർച്ച് എടുത്തിട്ട് വാ. എവിടെ ടൂർച്ച്? അല്ല എവിടെങ്കിലും സാറ് ഇപ്പൊ സമയം എത്രയായി? എപ്പോ വിളിച്ചതാ? വരും സാറേ, അവിടെ ഒരു 6 കിലോമീറ്റർ ഉണ്ട്. അല്ല വരണം, വന്ന് കാര്യം അറിയേണ്ടത് ഞങ്ങൾ പോയില്ല. ബൈക്കിൽ പുറപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെ കുടുംബത്ത് കിടക്കാൻ പറ്റില്ല, അതായി പറഞ്ഞതേ. ഇത് ഇങ്ങനെ നിങ്ങളെ വിട്ടാൻ പറ്റില്ല, അത് അറിയണല്ലോ. രണ്ടിലൊന്നും അറിഞ്ഞിട്ടെന്ന് പോകുള്ളൂ. അല്ലെ ഈ എന്തായാലും വരും. ആ വരട്ടെ. വരൂ അല്ല വരൂ, അവിടുന്ന് എത്താനുള്ള ഈ കറണ്ട് വരുമ്പോ അതെ നോക്കണേ. അപ്പൊ അവര് സാറ് വരാണ്ട് ഇത്രയായി. അപ്പൊ വന്നിട്ട് അറിഞ്ഞിട്ടേ പോകുള്ളൂ. എന്താ കറണ്ട് വരാത്ത? അതെ സാറേ, പിന്നെ 5 മണി വരെ ടച്ചിങ് ആയിരുന്നു. 5 മണി കഴിഞ്ഞിട്ട് രാത്രി കണ്ടില്ല, അതല്ലേ പറഞ്ഞോണ്ടിരിക്കും. പകലെന്നെ കറണ്ടില്ലേ? പകൽ വന്നു പോയിരിക്കാമല്ലോ. രാത്രി ഓവർലോഡ് കാരണം ഓട്ടോമാറ്റിക് ഓഫായി പോണം. അപ്പൊ രാത്രി കറണ്ട് വരില്ലേ സാറേ? എന്തൊക്കെ അതെ, മോനൊക്കെ അത് അവിടെ UK എന്നൊക്കെ വന്നതാണ്. മോനും കുട്ടികളൊക്കെ ഇപ്പൊ നോക്കി നോക്കുമ്പോ അവിടെ അവരൊക്കെ AC കഴിയുന്ന ആൾക്കാർ. അവിടെ ഇവിടെ AC ഇല്ല, കൂസിയില്ല, കറണ്ടും ഇല്ല എന്ന് വന്നു കഴിഞ്ഞാല് എന്തൊരു കഷ്ടപ്പാടാണ്. ഒരു കാര്യം ചൂടനല്ലേ ഇവിടെ AC? അല്ല, ഒരു കാര്യങ്ങൾ നമ്മളെ പെരയിലും ഇല്ല കറണ്ട്. അപ്പൊ നമ്മളിത് അനുഭവിക്കണ്ട. ഇതേ അങ്ങോട്ട് ഇങ്ങോട്ട് വർത്തമാനം പറഞ്ഞിട്ട് കാര്യമില്ല. തീരുമാനം ഇപ്പൊ വരും സാർ. വന്നാൽ ഇതിനൊരു പരിഹാരം പറഞ്ഞു തരൂ. വരും ഇപ്പൊ. വരും മരുന്ന് പറഞ്ഞിട്ട് നേരം കുറയല്ലോ. വിളിക്കണേ ഇതിന്. സാറേ ഇവരെല്ലാം കുറെ നേരമായി വന്നിട്ട്. കറണ്ടില്ലല്ലോ. പകലുണ്ടായിട്ടില്ല, രാത്രി ആകുമ്പോ വരുന്ന വിചാരിച്ചു. രാത്രിയും കറണ്ടില്ല. എന്താ കിടന്നുറങ്ങുന്നും വേണ്ട ഞങ്ങൾക്ക്? ഞാൻ പറഞ്ഞോണ്ട് സാറേ, ഓവർലോഡായിട്ട് ട്രിപ്പായിട്ട് പോകണം പറഞ്ഞിട്ട് മനസ്സിലായി. അതെ സാറേ, പറയണ മനസ്സിലാവണുണ്ട്. നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. അതെ, നിങ്ങൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യം. കറണ്ട് ഇപ്പൊ ഒന്ന് വരുമല്ലേ? കറണ്ട് വരുത്താം. ഇത് നമുക്ക് മനുഷ്യസാധ്യമായതെല്ലാം ചെയ്യേണ്ടത് സാറേ. ഈ നേരത്ത് പോലും നിങ്ങളോട് സമാധാനം പറയാൻ ഞങ്ങൾ ഇരിക്കണില്ലേ? ഞാനിപ്പോൾ ഉറങ്ങി കിടക്കണോടൊന്ന് എഴുന്നേറ്റ് വന്നതാണ് സാറേ. ഇത് ഞങ്ങളുടെ കുഴപ്പമല്ല, നമ്മുടെ ഉൽപ്പാദനത്തിലും കൂടുതലാണ് ഉപയോഗം. നമ്മുടെ ഓവർലോഡ് വരുമ്പോൾ ഓട്ടോമാറ്റിക് ട്രിപ്പ് ആകണതാണ്. അപ്പൊ ഞങ്ങൾ കറണ്ട് ഇല്ലാണ്ട് കഴിയണമെന്നാണ്. അല്ല, നിങ്ങൾ ഒരു അവസ്ഥ മനസ്സിലാക്കണം. പൊതുജനങ്ങളും കൂടി ഒന്ന് സഹകരിച്ചാലേ നമുക്ക് ഈ ഘട്ടം ഒന്ന് തരണം. അതെ, നമുക്ക് ഈ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ ചൂട് വരും, ഉഷ്ണവും നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതെ, ആ സമയത്താണല്ലോ കറണ്ട് വേണ്ടത്. സാറേ, നമ്മുടെ എല്ലാ വീട്ടുകാരും ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കിത് കറക്റ്റ് ചെയ്ത് കൊണ്ട് പോകാൻ പറ്റും. 1ഉം 2ഉം പേരൊക്കെ ഉള്ള വീട്ടിൽ 3-4 മുറിയിൽ AC വെച്ചിട്ട് രാവും പകലും AC ഇട്ട് ഉപയോഗിക്കല്ലേ? അതിനുള്ള കറണ്ട് തരാൻ വേണ്ടേ? പകലെങ്കിലും ഒരു AC ഇട്ടിട്ട് എല്ലാവർക്കും കൂടി ഒരു മുറിയിൽ ഒന്നിച്ചിരുന്നൂടെ? ഇപ്പൊ ഇലക്ട്രിക് വാഹനങ്ങൾ, അത് ചാർജ് ചെയ്യാനും ഈ കറണ്ട് തന്നെ വേണ്ടേ? അപ്പൊ എന്താ ഈ ഇലക്ട്രിക് വാഹനങ്ങൾ മേടിക്കണ്ടെന്നാണ് പറഞ്ഞത്? സാറേ, മേടിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരുവിധം സാമ്പത്തിക സൗകര്യമുള്ളവരൊക്കെ സോളാറിലോട്ടും ഒക്കെ മാറണം. നമുക്ക് ഇത്രയും എനർജി ഉൾക്കൊള്ളാനുള്ള ഒരു സംവിധാനം ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്തിലില്ല. അല്ല, അപ്പൊ കേരളത്തിൽ ഇനി പവർ കട്ട് ഉണ്ടാവുന്നു സാരം? പവർ കട്ടില്ലല്ല അല്ലേ? 6-7 കൊല്ലോട്ട് പവർ കട്ടില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോണ എന്താ? അത് ചെറിയൊരു വൈദ്യുതി നിയന്ത്രണം. അയ്യോ, ഇതെന്താ അവിടെ കൂട്ടം കൂടി നിൽക്കണത്? ഒന്ന് മാറി നിൽക്കി, മാറി നിൽക്കി. അത് എന്താ സാറേ, ഇത് നാട്ടിൽ എവിടെയും കറണ്ട് ഇല്ലല്ലോ. എന്ത് കറണ്ട് എവിടെയും ഇല്ലല്ലോ? എങ്ങനെയാ കറണ്ട് ഉണ്ടാവണ? അവിടെ ട്രാൻസ്ഫോമർ വെക്കാൻ വന്നപ്പോ നിങ്ങളല്ലേ അതിനെതിരെ ഒപ്പുചേരണം നടത്തിയത്? ട്രാൻസ്ഫോമർ അവിടെ വയ്ക്കാൻ പറ്റില്ല. അവിടെ മിന്നാമിനിങ്ങളാണ്. ട്രാൻസ്ഫോമർ അവിടെ വയ്ക്കാനും പറ്റില്ല, കറണ്ട് പോവാനും പാടില്ല. അതെ, എന്നാ ഇപ്പൊ നിങ്ങളുടെ കൂടെയായി, അവരുടെ കൂടെയായി. ഒരു പ്രവൃത്തി എനിക്ക് അത്ര അല്ലേ പറ്റുള്ളൂ. മറിമായത്തിന്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.